നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ഇന്ത്യക്കാരനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് പുറത്തുവരുന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്വദേശി വിദ്യാസാഗർ റെഡ്ഡി മാണിക്യത്തെയാണ് ജുബൈലിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ താമസിച്ചിരുന്ന മുറി അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ജുബൈലിലെ ഹംദേ കമ്പനി ജീവനക്കാരനായ ഇയാൾ അവരുടെ ലേബർ ക്യാമ്പിലാണ് താമസിച്ചിരുന്നത്. ഏകദേശം 5 ദിവസം മുമ്പ് തന്നെ വിദ്യാസാഗർ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സലീം അവിടെ ഉള്ളത് എല്ലാ പ്രവാസികൾക്കും ഒരു ആശ്വാസം തന്നെയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം പ്രവാസിക്കുണ്ടെങ്കിൽ ഓടിയെത്താൻ കഴിയുന്ന ഒരു വ്യക്തി കൂടി തന്നെയാണ് അദ്ദേഹം. എന്തായാലും ഈ ഒരു വാർത്തയിൽ നെട്ടലോടുകൂടി തന്നെയാണ് പ്രവാസ ലോകം കാണുന്നത്. കാരണം ഒരു ഇന്ത്യക്കാരന്റെ പ്രവാസിയായ ഇന്ത്യക്കാരന്റെ മൃതശരീരമാണ് കഴിഞ്ഞ 5 ദിവസമായി മറ്റാരും അറിയാതെ ആ താമസ സ്ഥലത്ത് കിടന്നിരുന്നത്. തൊട്ടടുത്ത് ഒരു കറുത്ത കവർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇയാൾ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റു രീതിയിലാണോ കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊരു കാര്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും 5 ദിവസം മുമ്പ് തന്നെയാണ് മരണപ്പെടാനുള്ള സാധ്യത അങ്ങനെ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ 5 ദിവസമായിട്ടും ഇദ്ദേഹം അല്ലെങ്കിൽ ഈ വ്യക്തി ഈ മുറിക്കകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതെ ഇരുന്നപ്പോൾ അന്വേഷിക്കാതെ ആരും ഇരുന്നില്ലേ, അല്ലെങ്കിൽ അന്വേഷിക്കാൻ ആരും എത്തിയില്ലേ, ഈ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു താമസം, കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നടക്കമുള്ള പല സംശയങ്ങളും പല ചോദ്യങ്ങളും ഉയരുകയാണ്. സൗദി അറേബ്യയിലും ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ച വാർത്തയും ഇതിനോടൊപ്പം തന്നെ വരികയാണ്. എന്തായാലും അതിൽ പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരുമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെയുള്ള സ്വദേശികളാണെന്നോ ആരാണെന്നോ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. ഏതായാലും അടിക്കടി ഇങ്ങനെ പ്രവാസികളുടെ ദുരിത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ നല്ല തോതിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ നല്ല വാർത്തകൾ വരട്ടെ എന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ഉള്ളത്.